യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ നന്നാകണം, ദൈവമക്കൾ നന്നാകണം, പാസ്റ്റർമാർ നന്നാകണം, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ നന്നാകണം, നമുക്ക് ഒരുമിച്ച് നന്നാകണം, നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിക്കണം, ക്രിസ്തുവിൻ്റെ ഭാവം പ്രാപിക്കണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ വരണം. അല്ലെങ്കിൽ ഈ പണി കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പണിക്ക് പോകണം, പഴയ പണിക്ക്. അല്ലേ? കാരണം കർത്താവ് പറഞ്ഞു നിങ്ങൾ ഉപ്പ് പോലെ രുചിക്കണം, വെളിച്ചം പോലെ പ്രകാശിക്കണം. ഈ രണ്ടും ഇല്ല ഇന്ന്. രുചിക്ക് പകരം കാഞ്ഞിരം പോലെ കഴിക്കുക, വെളിച്ചത്തിന് പകരം കുഞ്ഞാക്കുന്നിരുട്ടായിട്ടിരിക്കുക. പ്രസംഗം, കൺവെൻഷൻ, ഉപവാസ പ്രാർത്ഥന, പിന്നെന്താ കോട്ടേജ് മീറ്റിംഗ്, പരസ്യയോഗങ്ങൾ, പിന്നെന്താ ലോകത്ത് കോൺഫറൻസ്, ബൈബിൾ സ്റ്റഡി. ഞാനും ഒരു ബൈബിൾ സ്റ്റഡി നടത്തുന്ന ഒരു സാധുവാണ്, ഇഷ്ടംപോലെ നടത്തിക്കൊണ്ടിരിക്കുക. എന്നോട് കർത്താവ് പറഞ്ഞു നീ ഈ നിലയിൽ പോയാൽ ദൈവരാജ്യത്തിൽ എത്തത്തില്ല. അതിനെന്ത് വേണം? ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിക്കണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകണം, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ ഇത് പ്രാപിക്കണം, ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിക്കണം. റോമാസഭ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. പാപത്തിൻ്റെ ദാസന്മാരായിരുന്നവർ പഠിപ്പിച്ച ഉപദേശരൂപം അനുസരിച്ചപ്പോൾ നീതിയുടെ ദാസനായി, ദൈവത്തിൻ്റെ ദാസനായി, ദൈവത്തിൻ്റെ ദാസിയായി. 6:16-17 അതാണെങ്കിൽ 16 വരുമ്പോൾ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. അപ്പോൾ റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചു, റോമാസഭ അത് പഠിച്ചു. ഇന്നത്തെ സഭകളെ ഉപദേശം പഠിപ്പിക്കുന്നില്ല, സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുക. അത് 109-ാം സങ്കീർത്തനത്തിൻ്റെ പകുതി വെച്ച് പാടുക. പിന്നെ എങ്ങനെയാണ് വിശ്വാസി നന്നാകുന്നത്? ഇതൊരു ഗുണദോഷമാണ്, ഇതൊരു ശകാരമാണ്, ഇതൊരു ശാസനയാണ്. നീതിമാന്റെ ശാസന തലയ്ക്ക് എണ്ണ എന്ന വചനം പറയുന്നത്. എന്നെപ്പോലെ ശാസന കേട്ടൊരു വ്യക്തി ലോകത്തുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. 10-15 വർഷം കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് ശാസനയും വഴക്കും മാത്രമേ ഉള്ളൂ എനിക്ക്. അവരെല്ലാവരും പറഞ്ഞ് ഞാനൊരു മരമണ്ടനാണെന്നാണ് പറഞ്ഞുകൊണ്ട്. അത് ശാസിച്ചുകൊണ്ടിരിക്കുകയല്ലേ കൂടുതലുള്ളവരൊക്കെ. അവർക്കൊന്നും ശാസന വേണ്ട, അവരൊക്കെ വലിയ വീരന്മാരായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒറ്റ എണ്ണമില്ല, 1-2 പേരേ ഉള്ളൂ കൂടെ, എല്ലാം പോയി. മനസ്സിലായ ദൈവമക്കളെ, ശാസന കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വേദനയുണ്ട്, വിഷമമുണ്ട്. എന്നാൽ അത് കേട്ടിട്ട് കർത്താവേ എന്നെ ഇതാ സമർപ്പിക്കുന്നു, ഈ ശാസന ഞാൻ ഏറ്റെടുക്കുന്നു, ഈ പിണക്ക് ഞാൻ ഏറ്റെടുക്കുന്നു, ഈ കഠിനമായ ശാസന തർജനം ഞാൻ ഏറ്റെടുക്കുന്നു, എന്നെ അവിടെ നിന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ അവിടെ നിന്ന് നിർമ്മലീകരിക്കണമേ എന്ന് ആർക്ക് ദൈവസ്ഥലിൽ സമർപ്പിക്കാൻ പറ്റും? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്ക് സമർപ്പിക്കാൻ പറ്റും? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എൻ്റെ യാചന ദൈവം കേൾക്കുന്നില്ല. വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഞാൻ വിഷമിക്കുന്ന കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെന്ന് ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും? എന്ത് ചെയ്യണം? യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വാക്യങ്ങൾ നന്നായിട്ടങ്ങ് വായിച്ചു പഠിച്ചോണം. ഇനി യാചന കേൾക്കാത്തതിനെ കുറിച്ച് ഇതൊരു മെസ്സേജായിട്ട് ചെയ്യേണ്ടതാണ്, അത് നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാനിപ്പോൾ അത് ഈ വിഷയം കയറി വന്നുകൊണ്ട് ഞാൻ ഇതിലേക്കൊന്ന് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത വിഷയം 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തു നിന്ന് കേട്ട് അവിടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എന്തൊക്കെ ചെയ്യണം? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. നമ്മുടെ അഹങ്കാരങ്ങൾ പോണം, നമ്മുടെ നീളങ്ങൾ പോണം. ധനം നിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവുണ്ട് ഹൃദയത്തിന് ഗർവിച്ചു. ഇതിനൊക്കെ വാക്യമുണ്ട് കേട്ടോ, വിളിച്ചു ചോദിച്ചാൽ തരുന്നതായിരിക്കും, പറഞ്ഞു പോകാൻ സമയമില്ല. എല്ലാത്തിനും വാക്യങ്ങളുണ്ട്. വചനത്തിലൂടെ മാത്രമേ പ്രബോധിപ്പിക്കത്തുള്ളൂ. അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒന്നും ചെയ്യുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം, താഴ്ത്തിയിട്ട് മുഖം അന്വേഷിക്കണം, ദുർമാർഗങ്ങളെ വിട്ടുതിരിക്കണം, പാപം ചെയ്ത് നിർത്തണം. അതാ 2 ദിനവൃത്താന്ത 7-14. വീട്ടിൽ ഫ്ലക്സ് അടിച്ച് വയ്ക്കുക. 2 ദിനവൃത്താന്ത 7-14. പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്താ കാര്യം? വിഷയങ്ങൾക്ക് വിടുതലില്ല, എന്താ കാര്യം? ക്രമംകെട്ട ജീവിതം. കണ്ട പട്ടിയോടും പൂച്ചയോടും എല്ലാം കാശും ചോദിച്ച് മേടിച്ചിട്ട് കടം മേടിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് എന്നിട്ട് അവസാനം പ്രാർത്ഥന ലിസ്റ്റ് വന്നിരിക്കുക പാസ്റ്ററിന്റെ അടുക്കൽ. എന്തിനു പ്രാർത്ഥിക്കാൻ പോകും? വിശ്വാസികളുടെ വിഷയമാണ് ഞാൻ പറയുന്നേ. ഞാനൊരു കർത്താവിൻ്റെ ദാസനാ, 10-67 വയസ്സുണ്ട് എനിക്ക്.
എനിക്കിത് പറയാം ധൈര്യമായിട്ട്. ഞാൻ പറഞ്ഞില്ലേ പിന്നെ ആരാ പറയുന്നത്? അനുഗ്രഹം അനുഗ്രഹം, നന്മ നന്മ, വിടുതൽ വിടുതൽ. എന്തനുഗ്രഹം? എന്ത് നന്മ? ദൈവം നിന്നെ അനുഗ്രഹിച്ചു എന്നുള്ള ബോധ്യം നിനക്കുണ്ടോ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ എന്താ അനുഗ്രഹം? ശുദ്ധീകരണമല്ലേ പ്രസംഗിക്കേണ്ടത്? യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേ മുതൽ മലാക്കി വരെയുള്ള പ്രവചന പുസ്തകങ്ങൾ വായിച്ചു പഠിക്കൂ. ഇസ്രായേലേ മടങ്ങി വാ, മടങ്ങി വാ, മടങ്ങി വാ. ഇസ്രായേലേ ശുദ്ധീകരണം പ്രാപിക്ക്. എഫ്രയോനോട് പറയുന്നത്, നീ മറിച്ചിടാത്ത ദോശയാ, നീ പൊട്ടപ്രാവാ, നീ മടങ്ങി വാ. പുതിയ നിയമസഭയോട് അത് തന്നെ പറയുന്നു, മടങ്ങി വാ, യഥാസ്ഥാനപ്പെടുക. അവർ ജീവന്റെ ഉറവയായ എന്നെ വിട്ട് അവർ പൊട്ടക്കിണറുകളെ കുടിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം ചെയ്ത പാപം അത് തന്നെ പുതിയ നിയമസഭ ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിനെ വിട്ടുപോയിട്ട് പഴയ നിയമവും പ്രവാചകന്മാരുടെ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് പ്രസംഗിച്ച് കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ. ഹാമാനും മോർദെഖായും എസ്തേർ പ്രസംഗ വിഷയം നല്ലതാന്നേ. അത് പ്രസംഗിച്ച് കേട്ട് കഴിയുമ്പോൾ ഈ വിശ്വാസി പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്, അയൽവക്കത്തെ ഒരു ഹാമാനുണ്ട്, ഹാമാന്റെ സന്തതികളുണ്ട്, അവൻ്റെ തലയിൽ ഇടുത്തി വീണമെന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് എന്താ പറഞ്ഞ്? നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എവിടെ കിടക്കുന്നു നമ്മൾ? ഒരു തിരുത്തൽ ആവശ്യമുണ്ട്. പൗലോസിന്റെ പ്രാർത്ഥന, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാർ വിടർച്ചയില്ലാത്തവരായി തീരണം. ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ കഴിയുന്ന പെന്തക്കോസ്തുകാർ എവിടെയുണ്ട്? അത് കാണിച്ചു തരാമോ? തെറ്റും ശരിയും തിരിച്ചറിവുള്ള പെന്തക്കോസ്തുകാർ എത്ര പേരുണ്ട് ഇവിടെ? രാഷ്ട്രീയ ഇഷ്ടം പോലെ ഉണ്ട്. അനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവരും അങ്ങനെ ആകട്ടെ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങനെ ആകട്ടെ. തെറ്റും ശരിയും തിരിച്ചറിയട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഞാൻ വായിച്ച് ഇങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു പ്രയോഗം എഴുതിയിരിക്കുന്നത് എന്നെ വല്ലാതെ അങ്ങ് പിടിച്ചങ്ങ് നിർത്താനിടയായി. അത് ഞാനങ്ങ് വായിച്ചു തരാം. അതെ, പുരോഹിതന്മാർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യുന്നില്ലെന്ന് പ്രവാചകൻ ഇവിടെ പറയുക. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. വ്യവഹാരത്തിൽ അവർ ന്യായം വിധിപ്പാൻ നിൽക്കണം. എൻ്റെ വിധികളെ അനുസരിച്ചവർ ന്യായം വിധിക്കണം. ദൈവവചനം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സഹോദരന്മാർ തമ്മിൽ പിണക്കുണ്ടായാൽ, പ്രസ്ഥാനങ്ങൾ തമ്മിൽ പിണക്കുണ്ടായാൽ, ലോകമനുഷ്യർ തമ്മിൽ പിണക്കുണ്ടായാൽ, വചനം വെച്ച് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ച് കോടതിക്കും കേസിനും വഴക്കിനും ഒന്നും പോകാതെ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കണം. ഇല്ലെങ്കിൽ പുസ്തകം ഇട്ടിട്ട് വേറെ പണിക്ക് പോകണം. ഹല്ലേലൂയ. പൗലോസ് ചോദിക്കുന്നു, കാര്യം തീർപ്പാൻ ഒരു ന്യായി നിങ്ങളുടെ ഇല്ലയോ? ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇല്ലയോ? വചനജ്ഞാനമുള്ളവൻ ഇല്ലയോ? ദൈവകൃപയുള്ളവൻ ഇല്ലയോ? ആത്മശക്തി ഉള്ളവൻ ഇല്ലയോ? എന്തോ പറ്റി? ആത്മശക്തിയും ദൈവകൃപയൊക്കെ പോയി. ഇപ്പൊ കോടിക്കണക്കിന് സ്വത്തും രാഷ്ട്രീയ നേതാക്കന്മാരെ കൂട്ടുപിടിച്ചാ പാസ്റ്റർമാരെ ജീവിക്കുന്നേ. മന്ത്രി ഗണേഷിന്റെ കൂട്ടുകാരന്മാരായ പാസ്റ്റർമാരെ എനിക്കറിയാം, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പ്രശ്നം വന്നാൽ വിടുവിക്കാൻ ഗണേഷ് വരും, കർത്താവ് കാണത്തില്ല. അവസാനം നരകവും കിട്ടും. ഹല്ലേലൂയ. ജഡബന്ധങ്ങൾ, പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ പോലും ജഡപ്രകാരം അറിയുന്നില്ല. കണ്ടോ? ജഡപ്രകാരമുള്ള അറിവും ജഡികമായ ബന്ധങ്ങൾക്കും കാക്കാശിന് വില പൗലോസ് കൊടുത്തില്ല, അപ്പോസ്തലന്മാർ കൊടുത്തില്ല. രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫോണും അവരെല്ലാം ഫോണിൽ ഫീഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ പാസ്റ്റർമാർ നടക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ നേരെ വിളിക്കുന്നത് ആരെയാ? ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഓരോന്നും ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, കേട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടി കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുക. ഒരു പ്രശ്നം വരുമ്പോൾ ഇവിടെ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ചെയ്യുന്നേ, പോലീസ് സ്റ്റേഷന് മുമ്പിൽ കിടന്ന് കൈകൊട്ടി പാടിയാലെന്ന് അവർക്ക് വല്ല മനസാന്തരം ഉണ്ടാവുമോ? പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയി കൈകൊട്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകുമോ? ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യണം പാസ്റ്ററെ, വിശ്വാസികളോട് പറയണം, എല്ലാവരും കൂടി ഇന്ന ഭവനത്തിൽ കൂടി വരാൻ പറയണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ തെരുവിൽ പോയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഒരു ചൂടുവെള്ളം കലക്കി വെച്ചിട്ട് 2-3 ദിവസം ഇരുന്ന് ഉപവസിക്കണം.
ഞങ്ങൾക്ക് അങ്ങയുടെ വേല ചെയ്യാനുള്ള അവസരം തരണം. പ്രവൃത്തി പുസ്തകത്തിൽ സംബന്ധിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ സംഭവിക്കണം. പ്രവൃത്തി പുസ്തകത്തിൽ നടന്നതായ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ സംഭവിക്കണം, ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കണം. ബുക്ക് ഓഫ് ആക്ട്സിന്റെ അവരുടെ പിന്തുടർച്ചക്കാരല്ലേ നമ്മൾ വേറെ ആരാ? അപ്പൊ നമ്മൾ മോശയുടെ പിന്തുടർച്ചക്കാരാ. എന്നാ പിന്നെ കോടതിയും കേസും വഴക്കിനും ഒക്കെ പൊക്കോ, ഒരു കുഴപ്പമില്ല. നമ്മൾ അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരാണോ? ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. കർത്താവിന്റെ അനുകാരികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം നമുക്ക് തരുന്ന പഠനം എന്താ? പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം തരുന്ന പഠനം എന്താ? അറിയാമോ എന്താന്ന്? മൊത്തം വായിച്ചു പഠിക്കണം വല്ലപ്പോഴും. ഹല്ലേലൂയ. വിട്ടയച്ച ശേഷം 4:23 മുതൽ അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ടു ദൈവത്തോടും നിലവിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനേ. പ്രതികൂലം ഉണ്ടായപ്പോൾ നമുക്കറിയാം, 3-ാം അധ്യായത്തിൽ ആ മുടന്തൻ സൗഖ്യമായതിനോടനുബന്ധിച്ച് ഉള്ള ഒരു പ്രതിസന്ധിയാണ്. ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാവരും കൂടിയൊക്കെ അപ്പോസ്തലന്മാർക്കെതിരെ എതിരായിട്ട് നിൽക്കുക, വലിയ പ്രശ്നം നടക്കുക. അവരെ ഒരുമനപ്പെട്ടു. പെന്തക്കോസുകാരെ, പാലക്ക പിരിഞ്ഞ പോലെ ഇരിക്കുന്ന പെന്തക്കോസുകാരെ, നിങ്ങൾ ഒരുമനപ്പെടും, ഒരു മനസ്സുള്ളവരായി മാറും. ഒരു 10 പേര് ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ തീ ഇറങ്ങും സ്വർഗത്തിൽ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ചേർത്തല ചെത്തിയിൽ ഞങ്ങൾ 2 കൂട്ടായ്മയിൽ ഇപ്പോഴും ഓർക്കുന്നു. മണിക്കൂറുകൾ ദൈവത്തെ ആരാധിച്ച അനുഭവം. ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് പരിസരം മറന്ന് കർത്താവിനെ ആരാധിച്ചു. കൂട്ടായ്മ കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ എന്തൊരു അനുഭവമായിരുന്നു ഇന്നത്തെ ആരാധന. കാരണം ഒരു മനസ്സായിരുന്നു, ഒറ്റ മനസ്സ്. ഇത് 10 വിശ്വാസികൾ ഇരുന്നാൽ 100 മനസ്സോടെ ഇരിക്കുന്നവർ എല്ലാവരും, ഓരോരുത്തരും ഒരൊറ്റ മനസ്സ്, ഏക ഹൃദയം, ഏകഭാവം. അതെവിടെ കിടക്കുന്നത് പോലെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യം ഒന്ന് വായിച്ചേ. ഹലോ, ഫിലിപ്പിയർ 2-ന്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിച്ച് നിങ്ങളോട് സഹായിക്കും. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, ഐക്യമെത്തപ്പെട്ട്, ഏകഭാവമുള്ളവരായി. ഏത് സഭയുണ്ട് ഇവിടെ? പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ പക്ഷം, പിന്നെ അപ്പൊല്ലോസിൻ്റെ പക്ഷം, കേഫായുടെ പക്ഷം, 4 പക്ഷം. എന്നിട്ട് ഡ്രമ്മിട്ട് അടിച്ച് പൊട്ടിക്കുക, ഗിറ്റാറിൻ്റെ കമ്പിയെല്ലാം പൊട്ടുക, ജാസ് സെറ്റൊക്കെ 6 മാസം കൂടുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുക. ആംപ്ലിഫയർ ഇത് പോരെന്നാ പറയണത്, കുറെ കൂടി ഹെവി ആംപ്ലിഫയർ വേണം. നല്ലൊരു ഭാഷ പറയണ്ടായി. വെച്ച് തകർക്കുകയാണ്. വല്ല ഗുണമുണ്ടോ? അവസാനം സുവിശേഷ വിരോധികൾ കയറി തല്ലുക നമ്മളെയൊക്കെ തല്ലുക. അവര് ഒരു പെന്തക്കോസ്തുകാരനെ തല്ലുമ്പോൾ എന്നെ തല്ലുന്നതിന് തുല്യമായിട്ടാണ് ഞാനും കാണുന്നത്. വടക്കേ ഇന്ത്യയിലെ സഹോദരന്മാരെ തല്ലുമ്പോൾ എന്നെ തല്ലുന്നതിന് തുല്യമായിട്ടാണ് ഞാനും കാണുന്നത്. അതുകൊണ്ട് ഈ ശാസന തർജ്ജന. ഉപവസിക്കാൻ മനസ്സുണ്ടോ? ദൈവസന്നിധിയിൽ കിടന്ന് കരയാൻ മനസ്സുണ്ടോ? ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? കർത്താവേ, ജാതികൾ കലഹിക്കുന്നു, വ്യർത്ഥമായി നിരൂപിക്കുന്നു, ഞങ്ങളിതാ അവർ തല്ലുന്നു. വചന വ്യവസ്ഥ പ്രകാരം അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ച് പ്രാർത്ഥിക്കണം. അല്ലാതെ ചുമ്മാ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ദൈവവചനം അനുസരിക്കണം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീടുപെടുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഞാൻ ഇവിടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട്. വചനങ്ങൾ പ്രമാണിക്കണം. ഉപദേശിക്കുന്നവൻ പ്രമാണിക്കുന്നവൻ, കേൾക്കണം, കേൾക്കുന്നവൻ പ്രമാണിക്കണം. ഇത് രണ്ടുമില്ല. ഇത് നമുക്ക് പറ്റിയ കുഴപ്പം ഉപദേശവും ഇല്ല. ഇനി അഥവാ ആരെങ്കിലും ഉപദേശിച്ചാലുണ്ട്, അത് അവരൊട്ടും അനുസരിക്കുകയില്ല, കേൾക്കുന്നവരും അനുസരിക്കുന്നില്ല. ഞാൻ നിങ്ങൾ ഈ പോക്ക് പോയാൽ എവിടെ ചെല്ലും എന്ന് പറയാം.
സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്നിടത്ത് ചെല്ലും. അതുകൊണ്ട് ഒന്ന് മടങ്ങി വരിക. യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു, ഒന്ന് മടങ്ങി വരിക. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നിർത്തുക. ഹല്ലേലൂയ. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് നിങ്ങൾ കൊല്ലുകയും അസുഖപ്പെടുകയും ചെയ്തിട്ട് യാചിക്കൊണ്ടൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ കലയിക്കുകയും ശണ്ടയിടുകയും ചെയ്തുകൊണ്ട് യാചിക്കൊണ്ടൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് യാചിക്കുന്നു. നിങ്ങളുടെ ജഡത്തെ പോഷിപ്പിക്കുവാൻ, ജഡത്തെ സൂചിപ്പിക്കുവാൻ, ജഡത്തിന് സന്തോഷം തരുന്നത് വാങ്ങുവാൻ, ചെയ്യുവാൻ, അതിനുവേണ്ടി നിങ്ങൾ യാചിക്കുന്നു. സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ വിവേചിക്കണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും രക്ഷയില്ലാത്തവരും ദൈവത്തിൻ്റെ നാമത്തിന് പുകഴ്ചയ്ക്കുമായി നീതി ഫലം നിറഞ്ഞവരുമായി തീരാൻ പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങൾ ഒരു 100 പ്രാവശ്യം വായിച്ചിട്ട് നിങ്ങൾ ഇന്ന് തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങ്. പൗലോസ് കൊരിന്ത്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അതാ. ഇന്നത്തെ പാസ്റ്റർമാർ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്ക് വിദേശത്ത് ജോലി കിട്ടണം, അവർക്ക് വിസ കിട്ടണം, അവർക്ക് എമിഗ്രേഷൻ ശരിയാകണം, അവർക്ക് പ്രൊമോഷനും കിട്ടണം, അവർക്ക് ജോലിയിൽ ശമ്പള വർധന ഉണ്ടാകണം, അവരുടെ രോഗികൾ സൗഖ്യമാകണം, ഭൂതങ്ങൾ വിട്ടുപോകണം. ഇതൊക്കെ നല്ലതാണെന്നേ. ഇതുപോലെ നടക്കുന്നുണ്ടോ അവരടുത്ത്? എവിടെ നടക്കുന്നു? ഭൂതം കയറി കിടന്നിട്ട് ഒരു പാസ്റ്ററിനെ കിടന്ന് വിളിക്കോട് വിളിയോട് വിളി. പാസ്റ്റർ എന്ന് വരും, എന്ന് വരും, എന്ന് വരും. പോയി പ്രാർത്ഥിച്ച് കർത്താവ് വിടുതലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശത്രുക്കളായി. ആ ഗതികെട്ട അവസ്ഥയാണ് ഇന്ന് എല്ലായിടത്തും. അതിനൊരു 100 കാരണങ്ങളും പറയുക, പറഞ്ഞോട്ടെ. പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഒരു കുറ്റക്കാരനല്ലായിരുന്നാൽ മതി, എനിക്കത് മതി. ആൾക്കാരെന്തും പറയട്ടെ, മനുഷ്യനെന്തും പറയട്ടെ. പിന്നെ പണ്ട് ഞാൻ പറയുന്ന പോലെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടൊരു തള്ള വന്നിട്ട് ഇത് എൻ്റെ കുഞ്ഞാന്ന് പറയരുത്. ലോ, എൻ്റെ വസ്തു മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരാൾ ഇയാളാണെന്ന് പറയരുത്. എന്നെ ചതിച്ചവനൊന്നും വഞ്ചിച്ചതിനൊന്നും ഇരിക്കണ പാസ്സാന്ന് പറയരുത്. അതിനുള്ള പടി നമ്മൾ കൊടുക്കരുത്. നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. പരസ്യയോഗത്തിന് പ്രസംഗിച്ച പാസ്റ്റർ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുൻപ് ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയല്ലേ, നമ്മൾ തമ്മിലൊരു ഇടപാടുണ്ട്, ആ കാശ് തന്നിട്ട് വേണം ആശീർവാദം പറയാൻ. തീർന്നാ പാസ്റ്ററിൻ്റെ ഇടപാട്? തീർന്നാ? ഇതാണ് അവസ്ഥ. ഹല്ലേലൂയ. ജഡീകന്മാരെ കൊണ്ട് ആത്മീയ ഗോളവും പ്രസ്ഥാനങ്ങളും നിറഞ്ഞു കഴിഞ്ഞു. മോറൽ വീക്ക്നെസ്, അതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് എൻ്റെ നാവ് അനുവദിക്കുന്നില്ല, എൻ്റെ ഹൃദയം അനുവദിക്കുന്നില്ല. സാമ്പത്തിക സ്രോതസ്സുകൾ കിട്ടാൻ വേണ്ടി, ഭൗതികങ്ങൾ വാരിക്കോരി കൂട്ടാൻ വേണ്ടി എടുക്കുന്ന നയങ്ങൾ, അടവുകൾ എന്തൊക്കെയാണ്? ഇവർക്ക് ശുദ്ധ ഹൃദയമുണ്ടോ? നല്ല മനസ്സാക്ഷിയുണ്ടോ? നിർവ്യാജ വിശ്വാസമുണ്ടോ? അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ഒരു നിസ്സാര കാര്യം പറയാം. ഞാൻ തുണി തേക്കാൻ പോകുന്നിടത്ത് ഒരു തമിഴ് പയ്യൻ അവിടെ നിൽക്കുക. ഞാൻ ചോദിച്ചത് ആരാ? മകനാണ്. മോൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ജോലിയില്ല. എത്ര വർഷമായി? 2-3 വർഷമായി പഠിച്ച് നിൽക്കുക, കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് നിൽക്കുക, ജോലി കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു അവളെ ബയോഡാറ്റ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. നീ പഠിച്ചതിൻ്റെ ബയോഡാറ്റ എനിക്ക് തരാൻ പറഞ്ഞു. ബയോഡാറ്റ മേടിച്ചു. എൻ്റെ ഈ താഴെ താമസിച്ച സഹോദരന്മാർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അവർ 1-2 സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു, ചെല്ലാനൊക്കെ വിളിച്ചു. അതിനു മുമ്പ് അവന് ജോലി കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇവന് ജോലി കിട്ടുന്നില്ല. ഞാൻ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അവന് ജോലി കിട്ടും, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അവന് വേണ്ടി അന്വേഷിക്കാം. എനിക്ക് എന്താ ബന്ധം അവനുമായിട്ട്? തുണി തയ്ക്കുന്നവനുമായിട്ട്? അവൻ തമിഴ്നാട്ടിൽ കിടക്കുന്നവന്. നമ്മുടെ വാക്കുകൾക്ക് ശക്തി കൊണ്ട് പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അവരെ കാണുമ്പോൾ എന്തൊരു ബഹുമാനം നമ്മോട്. കാരണം ഒരുത്തിനും അങ്ങനെയൊന്നും പറയാനില്ല. ഒരു മനുഷ്യൻ പോയി പറയത്തില്ല ഇങ്ങനെയൊന്നും ആരോട്. ദൈവദാസന്മാർ, ദൈവമക്കൾ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഒരു 5 പൈസ അവർക്ക് കൊടുക്കണ്ട. നീ അവന് വേണ്ടി ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കേ, അവൻ്റെ കഷ്ടത മാറട്ടെ. എന്നിട്ട് അവരോട് സുവിശേഷം പറ. ഹല്ലേലൂയ. ഒരു 5 പൈസ പോലും ഇളക്കാതെ, ഞാൻ കോടികളുണ്ട്, എനിക്ക് നിന്നെക്കാളും കോടികളുണ്ടെന്നൊക്കെ ഒരു വീമ്പിളക്കും. 5 പൈസ ആർക്കും കൊടുക്കത്തില്ല. എന്നിട്ട് പ്രാർത്ഥന പ്രസംഗം ആര് കേൾക്കാൻ? ഇത് ഒരു വ്യക്തിയെ മാത്രം ലക്ഷിച്ച് ഉന്നം വെച്ച് പറയുകയല്ല. ഒത്തിരി പേരെ എനിക്കറിയാം.
ഈ ഷെയറിങ് എന്നുള്ളത് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഗുണപ്രദമായി. 3 ദിവസമായി അവർ എന്നോട് കൂടി ആയിരിക്കുന്നു. അവരെ തനിച്ചു വിട്ടാൽ വഴിയിൽ വെച്ച് അവർ തളർന്നു പോയേക്കും. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. അപ്പൊ ശിഷ്യന്മാരെന്ത് പറഞ്ഞു? അങ്ങടയിലൊന്നുമില്ല. ഇന്നത്തെ ശിഷ്യന്മാരുടെ കയ്യിൽ ഒരു കുന്തവും ഇല്ല, ഭക്ഷിക്കാൻ കൊടുക്കാനൊന്നുമില്ല. പണത്തിന്റെ കാര്യമല്ല പറയുന്നത്. ആത്മീയമായി അവർക്ക് വേണ്ടുന്ന വചനം കൊടുത്ത് പോഷിപ്പിക്കാൻ ഒന്നുമില്ല അവരുടെ കയ്യിൽ. വല്ലയിടത്തും വല്ലവരും പാസ്റ്റർമാര് പറഞ്ഞ് തേമ്പിയ പ്രസംഗം എടുത്തിട്ടാണ് പ്രസംഗിക്കുന്നത്. സ്വന്തമായിട്ട് കർത്താവിൽ പ്രാപിച്ചു കൊടുക്കാൻ അവർക്ക് ദൂതുകളില്ല, വചനങ്ങളില്ല. വചനത്താലുള്ള പോഷണം വിശ്വാസിക്ക് കിട്ടുന്നില്ല. ആത്മീക രോഗം ബാധിച്ച് ഗുരുതര രോഗം പ്രാപിച്ച് സഭകളിൽ ആത്മീക രോഗികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ആക്ഷരിക രോഗികളല്ല, ആത്മീക രോഗം ബാധിച്ചവർ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവിടെ ഒരു വലിയ സംഭവം നമ്മൾ ഈ പറയുന്ന വിഷയം കിടപ്പുണ്ട് അവിടെ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. യോഹന്നാൻ 5:1 മുതൽ. യേശു യെരൂശലേമിലേക്ക് ചെന്നു. ആട്ടുവാതുക്കൽ ബെഥസ്ത എന്ന പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപമുണ്ടായിരുന്നു. അവയിൽ വേദിക്കാർ, വ്യാധികളുള്ളവർ, വേദിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ. മതി. ഇന്ന് സഭകളിൽ കിടക്കുന്ന ഇവരൊക്കെ ആരൊക്കെയാണ്? ഒന്ന് വ്യാധിയുള്ളവർ, കുരുടന്മാര്, മുടന്തന്മാര്, ക്ഷയരോഗികൾ. ആത്മീയ ക്ഷയരോഗം ബാധിച്ചവര്, ആത്മീയ കുരുടന്മാര്, ആത്മീയ ദരിദ്രന്മാര്, ആത്മീയ നഗ്നന്മാരെ കൊണ്ട് ഇന്നത്തെ സഭകൾ നിറഞ്ഞു കിടക്കുക. ഇതിലൊരു വ്യത്യാസം വരണ്ടേ ദൈവമക്കളെ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, ആ അധ്യായം കഴിഞ്ഞ് 4-ാം അധ്യായം വരുമ്പോൾ സഭ സ്വർഗത്തിലാണ്. ആ 3 വരെയുള്ള അധ്യായങ്ങൾ നമുക്കൂടി പഠിക്കാനുള്ള അധ്യായങ്ങളാണ്. അതിൽ ലബോദിക്ക എന്ന ഒരു സബ്ജക്റ്റ് കിടപ്പുണ്ട്, ഒരു സഭ കിടപ്പുണ്ട്, ഒരു വിഷയം കിടപ്പുണ്ട്. അത് പഠിച്ചെടുക്കേണ്ടതാണ്. ആരും അതിനെക്കുറിച്ച് ഒന്നും പ്രസംഗിക്കുന്നില്ല ഇവിടെ. ലബോദിക്ക എന്താണെന്ന് ആരും പ്രസംഗിക്കുന്നില്ല. ഞങ്ങൾ ഇഷ്ടം പോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ മഹാകരുണയിൽ, കൃപയിൽ നിന്നുകൊണ്ട് പറയുക. ലബോദിക്ക കർത്താവിൻ്റെ വരവിന് മുൻപുള്ള സഭകളുടെ ആത്മീയ നിലവാരം, ആത്മീയ കുരുടന്മാർ, ആത്മീയ നഗ്നന്മാർ, ആത്മീയ ദരിദ്രന്മാർ. ഈ ആത്മീയ നഗ്നത മാറണ്ടേ? ആത്മീയ കുരുട് മാറണ്ടേ? ആത്മീയ ദാരിദ്ര്യവും ആത്മീയ നഗ്നതയും ആത്മീയ കുരുടും മാറാതെ സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. അതിനവിടെ ഉപദേശം പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ ഉപദേശം തരുന്നുണ്ട്. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, ഉപനിധി, പഥ്യവചനം, അതാണ് പഥ്യോപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം. ആത്മീകമായി സഭ ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിൽ കിടക്കുക. ഈ ദാരിദ്ര്യം മാറണമെങ്കിൽ ആത്മീക സമ്പന്നനാകണം സഭ. അതിന് പഥ്യോപദേശം വേണം. ആത്മീയ നഗ്നത എന്താ? കർത്താവ് തന്ന രക്ഷാവസ്ത്രം, നീതിയിൽ വസ്ത്രം ശിഹാപ്രവചനത്തിലുണ്ട്, മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടത്. അത് മുഴുവൻ നഷ്ടമായി. അടക്കാക്കാരൻ്റെ ചേളാവ് പോലെയായി, കറ പറണ്ട തുണി പോലെയായി. രക്ഷാവസ്ത്രം, നീതിയും വസ്ത്രം കറ പറണ്ട തുണി പോലെയായി. ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അതാണ് യോഹന്നാൻ ആത്മാവിൽ എഴുതി വെച്ചത്. നഗ്നനാണ്, നഗ്നൻ, തുണിയില്ല, വസ്ത്രമില്ല. ദൈവം നീതീകരിച്ച നീതിയും വസ്ത്രവും ദൈവം രക്ഷിച്ച രക്ഷാവസ്ത്രവും നഷ്ടപ്പെടുത്തി എന്ന് സാരം. 3-ാമത് പറ, കുരുടൻ, കാഴ്ചയില്ല. ഇസ്രായേൽ ജനത്തെ ഉപദേശം പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാരും പരീശന്മാരും മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം വായിച്ചു പഠിക്കുമ്പോൾ കർത്താവ് അവരെ വിളിച്ച കുരുടന്മാരും മൂടന്മാരുമായുള്ളവരെ, കുരുടന്മാരായ വഴികാട്ടികളെ. കുരുടനെ വഴി നടത്തിയാൽ എവിടെ പോകും? രണ്ടുപേരും കുഴിയിൽ പോയി വീഴും. ഏതാ ഈ കുഴി? നരകം. ദൈവമക്കളെ, ചങ്ക് പൊട്ടിയാണ് ഈ ദൂത് ഞാൻ പറയുന്നത്. ഇത് വെറുതെ പറയുകയല്ല, വേദനയോട് ഞാൻ പറയുക, സങ്കടത്തോടെ ഞാൻ പറയുക. നിങ്ങൾ വിചാരിക്കും ഞാൻ പരിഹസിച്ച് പറയാം. നോ, പരിഹാസി ദൈവസന്നിധി ചെല്ലത്തില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പരിഹസിക്കുകയല്ല, വേദനയോടെ പറയുക. കുരുടനെ വഴി കാട്ടിക്കൊണ്ടിരിക്കുക. യഥാർത്ഥ വഴിയറിയാൻ കഴിയാതെ ക്രൈസ്തവ സമൂഹം നെടുവീർപ്പിടുകയാണ്. ദൈവത്തിൻ്റെ വചനം അവർക്ക് ലഭിക്കുന്നില്ല. യിരെമ്യാ പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെയൊരു പ്രവാചക പുസ്തകം ഉണ്ട്. ഇതേതാണ്?
പറഞ്ഞേ. യെരമ്യാ പ്രവചനം കഴിഞ്ഞാൽ പിന്നെ ഒരു പുസ്തകം ഉണ്ടല്ലേ, അടുത്ത പ്രവചന പുസ്തകം. പലപ്പോഴും പുസ്തകമൊക്കെ വായിക്കണേ. വിലാപങ്ങളുടെ പുസ്തകം. ആ വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യം ഞാൻ വായിക്കാം. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശനിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണുമങ്ങി പോകുന്നു. യെരമ്യാവ് പറയുക, എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. അവർ നിഹതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിടത്ത് വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെ എന്ന് അമ്മമാരോട് ചോദിക്കുന്നു. എവിടെ ആഹാരം? എവിടെ ദൈവവചനമാകുന്ന മന്ന? എവിടെ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ? വീഞ്ഞ് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവന്റെ വചനമായ കർത്താവിനെ കുറിക്കുന്നു. എവിടെ ആഹാരം? ദൈവവചനം എവിടെ? പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ എവിടെ? ആത്മനിറവൻ ജീവിതം എവിടെ? ഏത് സഭകളിലുണ്ടത്? ഹല്ലേലൂയ. ഞാനിത് പറയുന്നതിൻ്റെ കാരണം, കർത്താവ് ഒന്ന് സഭയെടുക്കാൻ നേരമായി. ഇസ്രയേലാകുന്ന കലണ്ടറിനെ നോക്കി പഠിക്കുക സഹോദരങ്ങളെ. കലണ്ടർ ഇതാ തീരാൻ പോവുകയാണ്. ഇസ്രയേലിനെ എല്ലാവരും കൂടി ചുരുട്ടി കൂട്ടാൻ പോവുക. അല്ലെ, യെഹെസ്കേൽ 38-39 അധ്യായത്തെ മനസ്സിൽ വെച്ചോണ്ടാണ് ഞാൻ പറയുന്നത്. അവർ 2 നശിപ്പിക്കാൻ പോവുക. അവർ കുത്തിയങ്കിലേക്ക് നോക്കാൻ പോവുക. അവരെ യഥാസ്ഥാനപ്പെടുത്താൻ പദ്ധതികൾ ദൈവവചനത്തിൻ്റെ ക്രമാതീതമായ നിലയിൽ പ്രാവചനിക സൂക്തങ്ങൾ ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുക. പെന്തക്കോസ്തുകാരാ, നീ എന്നാ ചെയ്തത്? നിന്റെ ലക്ഷ്യം എന്ത് സഹോദര? നമ്മുടെ ലക്ഷ്യം എന്ത്? അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് മുൻപ് പുതിയ നിയമസഭയെ ഇവിടെ നിന്നെടുത്ത് സ്വർഗത്തിൽ കൊണ്ടെത്തിക്കും. എന്നിട്ടാണ് അവരിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി വരുന്നത്. ഇപ്പോൾ പുതിയ നിയമസഭയ്ക്കെതിരെയാണ് ദൈവത്തിൻ്റെ മുഖം. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ മുഖം ഇസ്രയേലിന് നേരെ തിരിക്കും. ഇന്ന് ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഇസ്രയേൽ, ബെഞ്ചമിൻ വളരെ മനോഹരനായൊരു വ്യക്തിയാണ്. എനിക്ക് വലിയ ഇഷ്ടം അദ്ദേഹത്തെ. നല്ല സത്യസന്ധനായൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കത്തില്ല, ഞങ്ങൾക്ക് ആർക്കോടും പിണക്കില്ല. ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ വെറുതെ വിടത്തില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണെന്നേ. ഈ മരമണ്ടന്മാരെന്താ പഠിക്കാത്തേ? അവരെ ഒന്ന് ചൊറിഞ്ഞു, ഇവരങ്ങോട്ട് കയറി മാന്തി പൊളിച്ചു. അതാണ് ഗാസ കാണുന്നത്. ഞാൻ ഒരാളുടെയും പക്ഷം പറയുന്നതല്ല. ഈ ക്രൈസിസിന്റെ തുടക്കം എവിടെ നിന്നാണ്? നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ അഗ്നിക്കിരയാക്കി, നിരപരാധികളായ ഇവരെ പിടിച്ചുകൊണ്ടുപോയി കശാപ്പ് ചെയ്ത്. സാധാരണ മനുഷ്യൻ പാർക്കുന്ന എവിടെയാ പാർക്കുന്നത്? ഭൂമിക്ക് മകളില്ല. പക്ഷെ ഈ വർഗം പാർക്കുന്ന എവിടെയാ? ഭൂമിയുടെ അടിയില്ല. ഇല്ലാത്ത വൃത്തിയുടെ മുഴുവൻ കാണിക്കൂട്ട് മാളത്ത് കയറി ഇരിക്കുക, തുരപ്പനെലിയിരിക്കുന്ന പോലെ. ഹല്ലേലൂയ. വിമർശനമല്ല, ഞാനിത് മനസ്സിലാക്കി പറയുന്നൊരു കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ പോവുക. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി കിടന്ന് പ്രാർത്ഥിച്ച്, സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പ്രാർത്ഥിച്ച്, നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന മോഹങ്ങൾക്ക് വേണ്ടി, ജഡ ഇച്ഛകൾക്ക് വേണ്ടി, ഭോഗ ഇച്ഛകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, തലയെറിഞ്ഞ് പ്രാർത്ഥിച്ച്, വട്ടം കറങ്ങി ഒരു പ്രത്യാശയില്ലാത്ത, ഒരു സന്തോഷമില്ലാത്ത, ഒരു സമാധാനമില്ലാത്ത ജീവിതം നയിച്ച് നമ്മൾ നശിച്ച് എരിഞ്ഞടങ്ങേണ്ടവരല്ല. ഇസ്രയേലിൻ്റെ ചിത്രം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അവൻ്റെ ഓരോ നീക്കങ്ങളും ദൈവമക്കൾ പഠിക്കണം, സൂക്ഷ്മമായി പഠിക്കണം. ഇസ്രയേലാണ് പുതിയ നിയമസഭയുടെ കലണ്ടർ. ഇസ്രയേലാണ് നമ്മുടെ വഴികാട്ടി. വഴികാട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, വഴികാട്ടി കർത്താവാണെങ്കിലും അവരുടെ ചെയ്തികളും രീതികളും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മളേതവസ്ഥയിലാണ്? ഹല്ലേലൂയ. അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ വലിയ യുദ്ധസന്നാഹങ്ങൾക്ക് വേണ്ടി പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പിന്നണിയിലാണ് ഈ ചില രാഷ്ട്രങ്ങളൊക്കെ. സോവിയറ്റ് യൂണിയൻ, ഒരിക്കൽ പോലും ഇങ്ങോട്ട് അടുക്കാത്ത സോവിയറ്റ് യൂണിയൻ ഈ മുസ്ലിങ്ങളുമായിട്ട് കൈകോർത്ത് കഴിഞ്ഞു. അതാണ് യെഹെസ്കേൽ 38-39. അവർക്ക് മനസ്സില്ല ഇങ്ങോട്ട് വരാൻ. ചൂണ്ട കൊളുത്തി മാഗോഗിനെ ചൂണ്ട കൊളുത്തി ഇവിടെ കൊണ്ടുവന്ന് ഇവരെ കൂട്ടുപിടിച്ച്, ആ പ്രവാചകന്റെ പ്രവചന നിവൃത്തിയാകണമെങ്കിൽ ഇസ്രയേൽ പർവ്വത നിരകളിൽ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. അവർ 3 ലക്ഷത്തിൽ 2 ലക്ഷവും നശിക്കും. ലക്ഷം എന്നൊരു കണക്ക് ഞാൻ പറയുന്നേ ഉള്ളൂ. അവരിൽ 3-ൽ 2 നശിക്കും. അപ്പോൾ അവർ കുത്തിയോങ്കിലേക്ക് നോക്കും, അവർ കിടന്ന് നിലവിളിക്കും.
ഇതുവരെയും പരാജയം ഏറ്റുവാങ്ങാത്ത ഞങ്ങൾക്ക്, പരാജയം ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇത്രയും വലിയ പരാജയം ഞങ്ങൾക്ക് എന്തുകൊണ്ട് സംഭവിച്ചു? എൻ്റെ ദൈവമേ എന്ന് നോക്കി ഒരു നിലവിളിക്കുമ്പോൾ യാചനയുടെ ആത്മാവിനെ അവരുടെ മേൽ പകർന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ മശികയെ ക്രൂശിച്ചു. കർത്താവേ ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ച് കഴിയുമ്പോൾ ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ പാർസികളും അതുപോലെ സ്വത്രം അറബ് രാജ്യങ്ങളിൽ നല്ലൊരു ശതമാനം രാജ്യങ്ങളും അവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് കയറിയ രാജ്യങ്ങൾ, ആ രാജ്യത്തിലെ പടയാളികൾ, പട്ടാളക്കാരെ, വമ്പന്മാരെ ഒരെണ്ണം അവിടെ നിന്ന് തിരിച്ചു പോകത്തില്ല. അവരെ എല്ലാത്തിനെയും ദൈവം കൊന്നൊടുക്കി. പ്രകൃതിക്ഷോഭങ്ങൾ അയച്ച്, ഇതൊക്കെ എടുത്ത് പറയാൻ സമയം എൻ്റെ മുമ്പിലില്ല, എല്ലാത്തിനെയും കൊന്നൊടുക്കിയിട്ട് അവർക്ക് അവിടെ ഒരു ശ്മശാനം ഇസ്രയേലിൽ ഒരുക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. ഞാനത് കേട്ട് വായിച്ച് നെടുവീർപ്പിട്ടു. എൻ്റെ ദൈവമേ, എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? യെസ്, അത് ഞാനും നിങ്ങളും കാണാൻ പോവുകയാണ്. ദൈവമക്കളെ, നമ്മളത് കാണാൻ പോകുക, നമ്മളത് അറിയാൻ പോവുക. അത് കാണുമ്പോൾ നമ്മളിവിടെ ഇല്ല, എന്നാൽ അതിനെക്കുറിച്ചുള്ള പ്രാവചനിക വചനങ്ങളാണ്, ഉപദേശങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിക്കാൻ പോവുക. എസ്കേൽ അത് ആത്മാവിൽ പ്രവചിച്ചു. ആ പ്രവചനത്തിൻ്റെ നിവൃത്തി അടുത്തുപോയി. തലകളെ ഉയർത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നു നമ്മളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.